കൂട്ടുകാരെ നമസ്കാരം, കസീംബായി ആണ്. അപ്പൊ ഇന്നേ നമുക്ക് ഇരിട്ടി പട്ടണത്തിൽ നിന്ന് നമ്മുടെ സ്വന്തം നാടായ കീപ്പള്ളി വരെ ഒന്ന് പോകാം കേട്ടോ. അത് നമ്മളെ ബസ് യാത്രയാണ്. ഞാൻ IPC ബസ്സിലാട്ടോ യാത്ര ചെയ്യുന്നത്. അപ്പം നമ്മളെ ഗ്രാമ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് നമുക്കൊന്ന് യാത്ര ചെയ്യാം. അപ്പൊ ഇരിട്ടിന്ന് ബസ് പുറപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ നമ്മൾ ഇരിട്ടിപ്പുഴയിലൂടെ ഇരിട്ടിപ്പാലോ കടന്ന് ബസ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളീ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എപ്പോഴും നമ്മളെ ഒരു പക്ഷെ എന്നും കാണുന്നതാണ്. പക്ഷെ നമ്മളെ ഈ കുറേ നാളായിട്ട് നാട് വിട്ടു നിൽക്കുന്ന നമ്മുടെ ചങ്ങാതിമാർക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത്. അങ്ങനെ ഇരിട്ടിപ്പാലം കടന്ന് രണ്ട് ഭാഗത്തോട്ട് ഒരു വഴിയുണ്ട് കേട്ടോ. അങ്ങേ ഭാഗത്തോട്ട് പയ്യാവൂര്, കുളിക്കല്, തളിപ്പറമ്പ് ആ ഭാഗത്തോട്ട് അങ്ങോട്ട് പോകും. പിന്നെ നേരെ ഇങ്ങോട്ട് ഈ ഭാഗം അങ്ങോട്ട് തിരിയുമ്പം നമ്മുടെ സ്വന്തം നാട്ടിലോട്ട് പോകും കേട്ടോ. കീഴ്പള്ളി, മാർളും, വീടൂരും, മാണിയപ്പാറ എന്ന് പറഞ്ഞ കുറേ സ്ഥലം. പിന്നെ മാടത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പം അവിടുന്ന് നമ്മൾ തിരിഞ്ഞ് നമ്മളെ ഇതാട്ടോ മാടത്തിൽ എന്ന് പറയുന്ന ടൗണ്. മാടത്തിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങനെ തിരിഞ്ഞങ്ങോട്ട് പോകും. പക്ഷെ ഇവിടുന്ന് നേരെ പോകുന്ന റൂട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുപുഴയും ബീരാജപേട്ടയും മൈസൂർക്കൊക്കെ പോകുന്ന റൂട്ടാട്ടോ. അപ്പം അത് ആ മാടത്തിൽ നിന്ന് തിരിഞ്ഞു. നമ്മുടെ മാടത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമൊക്കെ കടന്നിട്ട് നമ്മൾ വായനശാല എത്തിട്ടോ. കോളിക്കടവ് എന്നാണ് ഇതിന് പറയുന്നത്. പക്ഷെ വായനശാല എന്നൊരു ഓമനപ്പേരും കൂടി ഉണ്ട് കേട്ടോ. ഇവിടുന്ന് താഴോട്ട് പോകുന്ന റോഡ് കണ്ടോ, ഇത് എടയാവൂർ ശിവക്ഷേത്രത്തോട്ട് പോകുന്ന റോഡാട്ടോ. കോളിക്കടവിനെ കുറിച്ച് പറയുകയാണെങ്കിലേ എല്ലാ വേനൽക്കാലത്തും അടിപൊളിയായിട്ട് വോളിബോൾ ടൂർണമെന്റ് ഉണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പൊള്ളലിന് ചികിത്സ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാട്ടോ നമ്മുടെ ഈ നാട്ടുപുറത്തെ ഈ കോളിക്കടവ് ടൗണ്. അങ്ങനെ കോളിക്കടവ് ടൗൺ കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ളത് നമ്മുടെ എടൂരാട്ടോ. എടൂരിന് മുമ്പ് നമുക്ക് ചെറിയൊരു പട്ടണമുണ്ട്, അതായത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് പട്ടണമുണ്ട്. പക്ഷെ അത് ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയിട്ടോ. അങ്ങനെ എടൂരെത്തി. എടൂരാണ് ഇപ്പം നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എടൂർ ടൗണിനോട് പ്രത്യേകിച്ച് ഒരു മുഹബത്ത് എനിക്കുണ്ട്. അടുത്തത് കാരാവറമ്പ് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഈ കാരാവറമ്പ് അങ്ങോട്ട് പോകുന്ന റോഡാണ് നമ്മുടെ ആറളം ഭാഗത്തോട്ട് പോകുന്നത്. അവിടെയാണ് ആവിലാസദൻ എന്ന് പറയുന്ന നമ്മുടെ പള്ളി ഉള്ളത്. അപ്പം ഇപ്പം എന്താ പറഞ്ഞാൽ നമ്മുടെ ഈ മലയോര മേഖല പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുക കേട്ടോ. അവിടെ ഒത്തിരി ജനങ്ങൾ വരും. എല്ലാ വ്യാഴാഴ്ച പ്രത്യേക പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതാ നമ്മൾ എടുത്തത് നെടുമുണ്ട എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ടൗണിലാണ്. ഇവിടെ അധികം ഷോപ്പുകളൊന്നുമില്ല, ഒരു ചെറിയൊരു കടയും കാര്യങ്ങളും ഉള്ളത്. അത് കഴിഞ്ഞിട്ട് വളയങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എത്തിയിട്ടോ. ഈ വളയങ്കോട് പ്രധാനപ്പെട്ട എനിക്കെന്നും മനസ്സിൽ തെങ്ങി വെക്കുന്നത് ഇവിടെ വളയങ്കോടത്തെ കല്ല് ഷാപ്പാട്ടോ. അവിടുത്തെ കല്ലും ഭക്ഷണമൊക്കെ ആയിരുന്നു. വിചാരിച്ച് ഞാൻ പോയിട്ട് കഴിച്ചിട്ടൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട നമ്മൾ ബസ്സിലിരുന്ന് കാണുന്ന ഒരു കാഴ്ച കല്ല് ഷാപ്പാണ്. പിന്നെ ഇവിടുന്ന് നമുക്ക് നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞ് കുറച്ച് പോയി കഴിഞ്ഞാൽ കരിക്കോട്ടക്കരി എത്താം. അങ്ങനെ വളയങ്കോട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ടൗണ് നമ്മുടെ വെളിമാനം ആട്ടോ. ഈ വെളിമാനം ഈ കാണുന്ന ഒരു മൈതാനം ഈ കശുമാത്തോട്ടത്തിലൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ സ്കൂളുണ്ടായിരുന്നത്. ഞങ്ങൾ പഠിച്ച സ്കൂൾ അവിടെയായിരുന്നു. ഇപ്പം സ്കൂൾ അവിടുന്ന് മാറി അങ്ങേ ഭാഗത്തോട്ട് പോയിട്ടുണ്ട്. ഇത് വെളിമാനം ഹൈസ്കൂൾ ഭാഗമാണെങ്കിൽ ഇതിൻ്റെ താഴെ ഭാഗത്തോട്ട് വെളിമാനം UP സ്കൂള്. ഈ കടന്നു പോകുന്ന നമ്മുടെ വെളിമാനം പള്ളിയാട്ടോ. അപ്പോൾ വെളിമാനം പള്ളിയാണ് നമ്മുടെ UP സ്കൂളിൻ്റെയും ഹൈസ്കൂളിൻ്റെയും നടുഭാഗത്തായിട്ടാണ് വെളിമാനം പള്ളി ഉള്ളത്. ഇതാണ് വെളിമാനം UP സ്കൂള്. 5 തൊട്ട് 10 വരെ പഠിച്ച് ഞാൻ ഇവിടെ കേട്ടോ. 5 തൊട്ട് 7 വരെ UP സ്കൂൾ ഈ ഭാഗത്തും, 8 തൊട്ട് 10 വരെ ഹൈസ്കൂൾ അങ്ങേ ഭാഗത്തും കേട്ടോ. രണ്ടും വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളും ഹൈസ്കൂളും ആയിരുന്നു. ഇപ്പോൾ ഹയർ സെക്കൻഡറി ആയി മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെളിമാനം പട്ടണത്തിൽ നിന്നും യാത്ര തിരിച്ചു. ഇവിടെ ഈ ഒരു ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സുപരിചിതമായ സ്ഥലമാട്ടോ. കാര്യം സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നും നടന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഞങ്ങൾ കൂടുതൽ നടന്നു പോകുന്നു. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ വെളിമാനം സ്കൂളിലോട്ട്. വല്ലപ്പോഴും ബസ്സിന് പോകും. അന്ന് 25 പൈസ 10 പൈസ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ യാത്രയ്ക്ക്. ഇപ്പോൾ ഒക്കെ കുട്ടികൾ കൂടുതലും പല വാഹനങ്ങളുണ്ടെങ്കിലും അക്കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് അത്തിക്കലാട്ടോ. അത്തിക്കലിൽ നിന്ന് അങ്ങോട്ട് കാണുന്ന റോഡ് എടവേലി ഭാഗത്തോട്ട് പോകുന്ന റോഡാട്ടോ. അതങ്ങനെ വീർപ്പാടിലോട്ടും മറ്റേ ആറളത്തോട്ടൊക്കെ കണക്ഷനായ റോഡും കൂടിയാണ്. അവിടെയാണ് ചാന്ദ്രത്തി എന്ന് പറയുന്ന സ്ഥലമൊക്കെ. അവിടെയൊക്കെ ഒത്തിരി വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കുഞ്ഞാമ്മ ആദ്യം താമസിച്ച അവിടെയാണ്. അങ്ങനെ അത്തിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വേറൊരു അത്തിക്കലാണ്. ഇത് പാലരിഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലം കൂടി കേട്ടോ. ഇവിടെ പാലരിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് പിന്നെ എന്താ പറയുക നമ്മുടെ ആശുപത്രി ഉള്ളത് ഇവിടെയാണ്. നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, പിന്നെ നമ്മുടെ ശിവക്ഷേത്രം ഉള്ളത് കേട്ടോ. പാലരിഞ്ഞാൽ ശ്രീ ശിവക്ഷേത്രത്തിലൊക്കെ ഈ സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ സ്വന്തം നാടായ കീഴ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കീഴ്പള്ളി. ഞാനിപ്പം വീഡിയോ എടുത്ത് ഓരോരോ ടൗണ് ടച്ച് ചെയ്ത് പോകുമ്പോഴാട്ടോ. ഇതാണ് നമ്മൾ ശരിക്കും കീഴ്പള്ളി ടൗൺ എന്ന് പറയുന്നത്. കീഴ്പള്ളി ടൗൺ 4 ഭാഗത്തോട്ടാണ്. നേരെ ആ ഭാഗത്ത് നിന്ന് കക്കുവഴ, ആറളം ഭാഗത്തോട്ടും
ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പുതിയങ്ങാടി, മാങ്കോട്, ചതുരൂര്, വിയറ്റ്നാം, കംബോഡിയ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്ഥലമുണ്ട്. അവസാനം ഞാൻ എത്തിച്ചേർന്നത് നമ്മുടെ സ്വന്തം നാട് പുതിയങ്ങാടിയിലട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഇറങ്ങട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കണ്ടോളൂ. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പുതിയ വീഡിയോയിൽ കാണാം. ടാറ്റാ.